ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് മൈസൂരിലെ രണ്ടാം ദിവസമാണ്. ഞങ്ങളിനി റൂം വെക്കേറ്റ് ചെയ്ത് നേരെ മൈസൂർ പാലസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം രാവിലെ ഫുഡ് കഴിക്കണ്ടേ, അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഗൈസ് ഇനി കാണാനുള്ളത്. അതുകൊണ്ട് വളരെയധികം എക്സൈറ്റ്മെൻറ്റാണ് നമ്മുടെ മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഹോട്ടലാണ്. സോ ദോശ, ഭൂരി അങ്ങനെയുള്ള ഐറ്റമൊക്കെ കഴിച്ച് വയറ് നിറച്ച് അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. കാരണം എന്താ, അവിടുത്തെ ആംബിയൻസ് വളരെയധികം നന്നായിരുന്നു. ഭയങ്കര പീസായിട്ടുള്ള അറ്റ്മോസ്ഫിയർക്ക്, ഭയങ്കര കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് പാർക്കുണ്ട്, പിന്നെ അവരുടേതായിട്ടുള്ള കോമ്പൗണ്ടിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നല്ലൊരു നൈസായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. നമുക്കൊരു ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു അങ്ങനെ നല്ല ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച്, പിന്നെ ഇന്നലെ ഞങ്ങൾ വൃന്ദാവൻ ഗാർഡനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ള ടൈം ഷെഡ്യൂളൊന്നും ശരിയല്ലാത്ത കാരണം കൊണ്ടാണ് നമുക്ക് അവിടെയൊക്കെ എത്തിച്ചേരാൻ വൈകിയതൊക്കെ. ഇന്ന് രാവിലെ ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിൽ 8 മണിക്കാണ് എല്ലാവരും ഇറങ്ങിയത്. അതിന് ശേഷം 9 മണിക്കുള്ളിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കാരണം മൈസൂർ പാലസിൽ 9 മണിക്കാണ് എൻട്രി എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ 10 മണിക്കായിരുന്നു ഗൈസ് മൈസൂർ പാലസ് ഓപ്പണിങ്. 100 രൂപയാണ് കേട്ടോ ചാർജ്. മൈസൂർ പാലസിലെ ടിക്കറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. ദെൻ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നേരെ ഇന്ന് വന്ന ബസ്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബസ് എന്ന് പറയുന്നത് ഇന്നലെ ഇതിൻ്റെ പേര് മറന്നുപോയി. ഇന്ന് പക്ഷേ ജഡായു എന്നാണ് ബസ്സിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നു ഗൈസ്. ഇതാണ് അതിൻ്റെ കവാടം പറയുന്നത്, മൈസൂർ പാലസ്. 12ഓളം ക്ഷേത്രങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറയുന്നത്. എന്ത് രസമാണെന്നറിയോ അവിടുത്തെ ആർക്കിടെക്ചർ വർക്കുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഡിഗ്രിയിലെ 3rd ഇയറിൽ നമ്മൾ വരത്തില്ലേ ടൂറിന്, മൈസൂർ പാലസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. മൈസൂർ ഭാഗങ്ങളിലേക്ക് ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്ന ഓർമ്മകളൊക്കെ ആയിരുന്നു ഗൈസ് അവിടെ എത്തിയപ്പോൾ. അപ്പോൾ മൈസൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടകയിലാണ് മൈസൂർ അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ മൈസൂർ വളരെയധികം ഒരു കൊട്ടാരങ്ങളുടെ നാട്, സാംസ്കാരിക നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന, അതുപോലെ തന്നെ ഈ മൈസൂർ എന്ന് പറയുന്ന ഈ കൊട്ടാരത്തിന് പണ്ട് അവിടുത്തെ നിവാസികളൊക്കെ വിളിച്ചിരുന്നത് അംബാവിലാസ് കൊട്ടാരം എന്നാണ് കേട്ടോ. അംബാവിലാസ് കൊട്ടാരം എന്നാണ് അവർക്ക് ആ പ്രദേശത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവുക. നമ്മളാണ് മൈസൂർ പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാലഘട്ടം 1399 അങ്ങനെ തൊട്ട് 1761, പിന്നീട് 1799 മുതൽ 1947, അതായത് ഏകദേശം 400 വർഷക്കാലഘട്ടം നമ്മുടെ വോഡയാർ രാജവംശം ഏറ്റവും കൂടുതൽ ഭരിച്ച അവരുടെ ഔദ്യോഗിക വസതിയാണ് ഈ രാജകൊട്ടാരം എന്ന് പറയുന്നത്. ആദ്യം ഇതൊരു മുള കൊണ്ടിട്ടുള്ളൊരു രാജകൊട്ടാരം എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരു ജയലക്ഷ്മി മാണി എന്ന് പറയുന്ന ഒരു രാജ്ഞിയുടെ രാജകുമാരിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വീണ്ടും അവിടെ ഒരു തീ കത്തലോ അങ്ങനെ എന്തുണ്ടായി എന്ന് പറഞ്ഞിട്ട്, ഇതൊരു ചരിത്രമാണ് കേട്ടോ. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു അറിവാണ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ ജയലക്ഷ്മി മാണി എന്ന രാജകുമാരിയുടെ കല്യാണത്തിന് മുമ്പ് ഒരു തീപിടുത്തം നടന്നപ്പോൾ അതിന് ഒന്നും കൂടെ നല്ല രീതിയിൽ പുതുക്കി പണിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണരാജേന്ദ്ര വോഡയാർ എന്ന രാജാവ് ബ്രിട്ടീഷ് ആർക്കിടെക്ചറായിട്ടുള്ള സർ ഹെൻറി ഇർവ് 15 വർഷമാണ് ഗൈസ് പണിയെടുത്ത് ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഗതി ഇങ്ങനെയൊക്കെ മാറ്റിച്ചത്. എന്താണ് കാണുന്നത്, തൂണുകളായിക്കോട്ടെ, അവിടുത്തെ വർണ്ണങ്ങളായിക്കോട്ടെ, അവിടുത്തെ ടൈൽ വർക്കുകൾ, മാർബിൾ, ഓ മൈ ഗാഡ്, എന്ത് രസം. അവിടുത്തെ ഡോറുകളുടെ ചിത്രപ്പണികളൊക്കെ അല്ലേ നിങ്ങൾ കാണുന്നില്ലേ, എന്ത് ഭംഗിയാണ്. നമ്മുടെ താജ്മഹൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്നത് ഈ ഒരു മൈസൂർ പാലസ് ആണെന്നാണ് കേട്ടോ ഞാൻ കേട്ടറിവ്. പിന്നെ അതുപോലെ തന്നെ ക്യൂൻ അലക്സാൻഡ്രയുടെ പിക്ക്, പിന്നെ അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിമിലൂടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആമാടപ്പെട്ടികൾ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് കാണാൻ കഴിയുന്നത്.
നമ്മുടെ മഹിഷ്ണു എന്ന ഒരു പേരിൽ നിന്നാണ് നമ്മുടെ മൈസൂരു എന്ന പേര് വരുന്നത് കേട്ടോ. മൈസൂർ എന്നുള്ളത് മഹിഷ്ണു എന്ന പേര് വിളിച്ചിട്ടാണ് മൈസൂർ ഉണ്ടായത്. ഞാൻ ചെറിയ അറിവുകളൊക്കെ പറയണം. അപ്പം ദസറ എന്ന ആഘോഷം സാംസ്കാരിക അല്ലെങ്കിൽ പൈതൃകപരമായിട്ടുള്ള ഒരു ആഘോഷം നടന്നിരുന്നത് 1610 ശേഷമാണ് തോന്നുന്നു ദസറ നടന്നിരുന്നത് നമ്മുടെ ഈ ഗാർഡൻ ഏരിയ, അതായത് ഇവരുടെ രാജ സദസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ദസറ എന്ന് പറയുന്നത് തിന്മയിൽ നിന്നും നന്മയിലേക്ക് വിജയിച്ച ഒരു വിജയം കൈവരിച്ച ഒരു ഓർമ്മപ്പെടുത്തലാണ് ദസറ എന്ന ആഘോഷം എന്ന് പറയുന്നത്. അതായത് ചാമുണ്ഡേശ്വരിയെ വർദ്ധിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്, വധിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ചാമുണ്ഡേശ്വരീനെ എന്താ പറയുക സിംഹാസനത്തിൽ എഴുന്നള്ളിയിട്ട് വരും അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ചാമുണ്ഡേശ്വരി എന്താ പറയുക മഹിഷാസുരനെ വധിച്ച ഓർമ്മപ്പെടുത്തൽ ദിവസമാണ് ഈ ദസറ ആഘോഷമായിട്ട് അവർ നടത്തുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് 9-ാം നാൾ, അതായത് 9-ാം ദിവസം മൈസൂരിലെ ആളുകൾ, നിവാസികൾ എല്ലാവരും അവിടെ അങ്ങ് തടിച്ചു കൂടും. അപ്പോൾ അത്രത്തോളം ആളുകൾക്ക് നിൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മൾ ആ ഗാർഡൻ ഏരിയ ഭാഗത്ത് കാണുന്നത് അല്ലേ. പിന്നെ നിങ്ങളിത് ഈ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ കാണുന്നില്ല. അതായത് സിൽവർ ആയിട്ടുള്ള ഡോറുകൾ കാണുന്നുണ്ട്, അന്നത്തെ കാലം ഉപയോഗിച്ച ചെയറുകൾ, ആക്സസറീസ് ഒക്കെ നമ്മൾ ഇതിലൂടെ കണ്ടുപോകുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ കുറേ പെയിൻറ്റിങ്ങുകൾ ഇവിടെയുണ്ട്, കുറേ വർണ്ണങ്ങൾ, മാർബിളിൻ്റെ ഒക്കെ ടെക്സ്റ്റേഴ്സ് കണ്ടില്ലേ, ഫുൾ വർക്കുകളാണ്. അപ്പോൾ അതായത് ഇവർ ഇന്ത്യ, അറബി, റോമ തുടങ്ങി അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്താ പറയുക പൈതൃകങ്ങളെയൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ഈ ആർക്കിടെക്ചർ വർക്കുകൾ ക്രോഡീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പെയിൻറ്റിങ്ങുകളായിക്കോട്ടെ, നമ്മുടെ രാജാ രവിവർമ്മ, അതുപോലെ തന്നെ സിദ്ധലിംഗ സ്വാമി, അങ്ങനെ കുറേ പേര്, അങ്ങനെയുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള അവരുടെ പെയിൻറ്റിങ്ങുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ ദർബാർ ഹാള്, പിന്നെ അതുപോലെ തന്നെ അംബവിലാസ് ഹാള്, കല്യാണ മണ്ഡപങ്ങൾ, അങ്ങനെ കുറേ ഏരിയകൾ അവിടെ കാണാൻ കഴിയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ദർബാർ ഹാളിലേക്ക് വേണ്ടിയിട്ട് ലിഫ്റ്റ് എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ എക്സൈറ്റ്മെൻ്റ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ അവിടുത്തെ വർക്കുകളൊക്കെ നോക്കൂ ഗായ്സ്, എന്ത് ഭംഗിയാണ് അവിടുത്തെ വർക്കുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഈ പെയിൻറ്റിങ് കണ്ടോ, ചില പെയിൻറ്റിങ്ങുകളൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രാജാ രവിവർമ്മ, അതുപോലെ തന്നെ സിദ്ധലിംഗ സ്വാമികൾ, അങ്ങനെ ഉള്ളവരുടെ പെയിൻറ്റിങ്ങുകളാണ്. ആ മുകളിലത്തെ ടെക്സ്റ്റേഴ്സൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് അവർ ആ കളറിങ് ചെയ്തിട്ടുള്ളത്, വർണ്ണക്കൂട്ടുകൾ ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ പിന്നിപ്പോൾ എന്താ പറയാനുള്ളത്, അവിടുത്തെ കാഴ്ചകൾ കണ്ട് വളരെയധികം നമ്മൾ എന്താ പറയുക അതിശയം കൊണ്ട് തന്നെ നമ്മളവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ പുറത്തേക്കുള്ളൊരു എൻട്രി ആ ഒരു പോർഷനിലേക്കാണ് എത്തുന്നുണ്ടാവുക. നമ്മളിപ്പോൾ നിൽക്കുന്ന 2nd ഫ്ലോറിലാണ്. അപ്പോൾ മൊത്തത്തിലൊരു 3rd ഫ്ലോറായിട്ടുള്ള, അതായത് 3 നില കെട്ടിടങ്ങളായിട്ടാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 12ഓളം ക്ഷേത്രങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അത്രത്തോളം ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1399 മുതൽ 1761 വരെയും, അതുപോലെ 1799 മുതൽ 1947 വരെയും ആണ് ഈ 400 വർഷ കാലഘട്ടം വൊഡയർ രാജവംശം ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1761 1799 ഇടയിൽ ആരൊക്കെയായിരുന്നു? ഹൈദരാലി, ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ അല്ലേ, പിന്നെ ടിപ്പു സുൽത്താൻ, ഇവർ രണ്ടുപേരും ഭരിച്ചിരുന്ന കാലഘട്ടം അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം 1947 ശേഷം ഈ രാജവംശം നേരെ ഒരു മ്യൂസിയമായിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി, രാജവംശം ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പിന്നീട് സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇനി അതെന്താവും മാറുകയാണ്, മ്യൂസിയമായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അവിടെയൊക്കെ ഇപ്പോൾ എത്തി ഇതുപോലെ സന്ദർശിച്ച് വണ്ടറടിച്ച് അതിശയപരമായിട്ടുള്ള ഈ ഒരു വർണ്ണപരമായിട്ടുള്ള ആർക്കിടെക്ചർ വർക്കുകളൊക്കെ കണ്ടിങ്ങനെ മതിമറന്ന് നിൽക്കാൻ സാധിച്ചത്.
പിന്നെ ഗൈസ് 230 കോടി അന്ന് കാലത്ത് 230 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചു എന്നാണ് പറയണത്. ഇന്ന് അത്രയും രൂപയ്ക്ക് ഇങ്ങനെയൊരു അതിഗംഭീരമായിട്ടുള്ള പ്രൗഢിയിൽ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അന്ന് കാലത്ത് 230 കോടിയോളം ചിലവായിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൊട്ടാരത്തിൽ. അപ്പം ഇത് ഫ്രണ്ട് ഏരിയ, ഗാർഡൻ ഏരിയ ഒക്കെ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ ദസറ എന്ന ആഘോഷ സമയത്ത് ഈ ഭാഗത്താണ് ആളുകൾ 9ാം ദിവസം ഇങ്ങനെ തടിച്ചു കൂടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഗാർഡൻ ഏരിയ ഭാഗത്താണ്. വർക്കുകളൊക്കെ നോക്കൂ, ഞാൻ വളരെയധികം സൂം ചെയ്ത് എടുത്തതാണ്. കാരണം ഞാൻ വണ്ടറടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെ എഴുതാനും വരയ്ക്കാനും അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു, അന്ന് കാലത്ത് ഇത് ചെയ്തതല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമുക്കിപ്പോഴും അതിശയമായിട്ട് വരുന്നത്. പിന്നെ ഞാൻ എന്താ കാണിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ 2 ആനകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മാളുവിനും അത് കാണിച്ചു കൊടുക്കായിരുന്നു. എത്ര ആനകൾ, പിന്നെ അതുപോലെ ഈ കളരിപ്പയറ്റ് അങ്ങനെയുള്ള ആയോധന കലകൾ, കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയകൾ പോലും അവിടെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഓരോത്തിനും ഓരോരോ ഏരിയകളാണ്. അപ്പം അങ്ങനെ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് 2nd ഫ്ലോറാണ്. അപ്പം 2nd ഫ്ലോറല്ല, 1st ഫ്ലോറാണ്. അപ്പം ഇനി നമ്മൾ ഉള്ളിലൂടെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അധികം ഉള്ള കുറേ വാതിലടച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ആ റൂമുകളിലൊന്നും നമുക്ക് കയറാൻ അനുവദനീയമല്ല. പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു ഇത് ഞാൻ അത്രയും സൂം ചെയ്യുന്നത് എന്താ വെച്ചാൽ അന്ന് കാലത്ത് ഇത്രയും മൈന്യൂട്ടായിട്ട് അവർ വർക്ക് ചെയ്തു എന്ന് ആലോചിക്കുമ്പോഴേ ഞാൻ വളരെയധികം, നിങ്ങൾക്കും തോന്നുന്നില്ലേ ഗൈസ്? വാവ്, ഓരോ ഭാഗത്തും അവരുടേതായിട്ടുള്ള കൈമുദ്ര പതിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഭംഗിയാക്കി. ഇത് 3rd ഫ്ലോറിലേക്ക് 2ാമത്തെ ഫ്ലോർ അങ്ങനെ ഇതാട്ടോ ലിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതാ ലിഫ്റ്റ്, ദർബാർ ഹാളിലേക്കുള്ള ലിഫ്റ്റ്. ദർബാർ ലിഫ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ദർബാർ ലിഫ്റ്റ്. ഇതൊരു പ്രത്യേക അമേസിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഫുള്ളൊരു ഗോൾഡൻ, ഒരു റിച്ച് ഗോൾഡൻ കളറാണ് അവിടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. സിൽവർ ഡോറൊക്കെ ഇവിടെയാണ് കാണാൻ സാധിക്കുക. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഡോർ, മീൻസ് ഒരു ഏരിയ എന്നുള്ളത് അറിയുന്നില്ല. പക്ഷേ വാവ്, അന്നേരത്തെ രാജാക്കന്മാർ ഇതുപോലെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഉല്ലസിച്ച് നടന്നിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ സിൽവറിൻ്റെ ഡോർ എന്ന് പറയണത്. ഈ ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ടൊരു വ്യൂ കിട്ടുന്നില്ലെങ്കിലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റ് സിൽവർ കാണാൻ കഴിയും, സിൽവർ ഡോർ.
കണ്ടില്ലേ ഗൈസ്, സിൽവർ ഡോർ കറക്റ്റായിട്ട് അതിൻ്റെ ആ കളറൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്റ്റെയർ വരും. അപ്പോൾ ആ സ്റ്റെയറിൽ ഇറങ്ങി കഴിഞ്ഞാൽ പുറത്തുള്ള ഗാർഡൻ ഏരിയ ഭാഗത്തേക്ക് എത്തും. പിന്നെ നമ്മൾ ചെരുപ്പിട്ട് പിന്നെ അവിടെ 12ഓളം ക്ഷേത്രങ്ങളുണ്ട് പറഞ്ഞില്ല. നമ്മൾ എല്ലാത്തിലും കയറിയില്ല, 2-3 ക്ഷേത്രങ്ങളിലൊക്കെ കയറാൻ സാധിച്ചു. പിന്നെ വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ പോകുന്ന മൈസൂർ പാലസിൻ്റെ എൻഡിങ് ആണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ വാക്സ് യൂസ് ചെയ്തിട്ടുള്ള എന്താ പറയുക, അപ്പോൾ കുറേ ആക്ടേഴ്സിനെയും വിശിഷ്ട വ്യക്തികളിനെയൊക്കെ വാക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം കൂടെ കാണാം, വാക്സ് മ്യൂസിയം. അപ്പം അതും ഇതിൻ്റെ അടുത്താണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതുമാണ് ഇനിയിപ്പോൾ അടുത്തൊരു ടാർഗറ്റ്. അപ്പം അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുക. പിന്നെ നേരെ നമ്മൾ പാലക്കാട്ടിലേക്ക് വരാൻ പോവാണ് ഗൈസ്. അപ്പോൾ 2 ദിവസം എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളാണ് കണ്ടത്. അപ്പോൾ ഞാൻ വാക്സ് മ്യൂസിയത്തിൻ്റെ മറ്റൊരു വീഡിയോസ് ആയിട്ടായിരിക്കും കേട്ടോ ഇടുന്നുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ് ഗൈസ്, നിങ്ങളും സന്തുഷ്ടരല്ലേ? ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുത്തു എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഓക്കെ, ബൈ, സീ യു.